ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ തുടരുന്നുണ്ട്. ബൽറാം, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ തുടർച്ചയായ ദിവസങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ഒന്ന് BJP കേരള ഘടകം അധ്യക്ഷനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അവിടെ എത്തി ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണ്ടിട്ടുണ്ട്. സംഘടനാപരമായ ചർച്ചകൾക്ക് ഡൽഹിയിലെത്തി എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ ചർച്ചകൾ ഉറപ്പായും ഈ നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ടാകുമല്ലോ ഡൽഹിയിൽ, അല്ലേ? വിജയകുമാർ, ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ കൂടിക്കാഴ്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ഒരു ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള UDF MP-മാർക്ക് അദ്ദേഹം ഈ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൽ എടുക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകൾ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ അദ്ദേഹം പാർലമെന്റിൽ എത്തിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന ഘടകം, സംസ്ഥാന BJP നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ എത്തിയ ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും കേരളത്തിൽ ഈ വിഷയം എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇത് പ്രചാരണത്തിനായി മറ്റ് പാർട്ടികൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങൾ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ നിശ്ചയിച്ച ഒരു സന്ദർശനമാണ് എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായി ഡൽഹിയിലുണ്ട്. കൗതുകമുള്ളത്, ഇന്നിപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും നിയമം അതിൻ്റെ വഴിക്ക് പോകും എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ തുടക്കം തൊട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഏതാണ്ട് ഇതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ സംസ്ഥാന സർക്കാരിന് മേലുണ്ടെങ്കിൽ അദ്ദേഹം ഏതായാലും തൽക്കാലം അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമല്ല, അല്ലേ? വിജയകുമാർ, ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിലപാട്, ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഇന്നും ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കുറച്ചുകൂടി മൂർച്ചയേറിയ ഭാഷയിലായിരുന്നു സംസാരിച്ചത്. ഈ വിഷയം, പ്രത്യേകിച്ച് മതപരിവർത്തനം അടക്കമുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുമെന്ന പ്രതികരണമായിരുന്നു അദ്ദേഹം നേരത്തെ നടത്തിയത്. എങ്കിൽ ഇന്ന് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം പരസ്യമായ പ്രതികരണത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹവുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് നിലവിൽ ആഭ്യന്തരമന്ത്രി UDF MP-മാർക്ക് നൽകിയ ഉറപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൻ്റെ തുടർ ചർച്ചകളാണ് ഇന്ന് ഉണ്ടാകുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുക എന്നുള്ളത് കൗതുകകരമാണ്. അതേസമയം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് ദേശീയ നേതൃത്വം വിളിപ്പിച്ചിട്ടുണ്ട്. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾക്കാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ, ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇടപെടുകയും പ്രധാനമന്ത്രി അടക്കം ഈ ദേവാലയം സന്ദർശിക്കുകയും CBCI നേതൃത്വവുമായി ചർച്ച നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു കഴിഞ്ഞ 2 വർഷത്തോളമായി. എന്നാൽ അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കേരളം പോകുമ്പോഴേക്കും അതിനെ എല്ലാം തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള നടപടിയായി ഇത് എന്നൊരു വികാരമാണ് സംസ്ഥാന അധ്യക്ഷൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും തുടർ ചർച്ചകൾ ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു സജീവ ദേശീയ രാഷ്ട്രീയ വിഷയമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതിനുശേഷമുള്ള പ്രതികരണങ്ങളും ഇടപെടലും വിവാദവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ ഷോൺ ജോർജ്, കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് ഷോൺ ജോർജ് ദുർഗിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം കന്യാസ്ത്രീകളെ ജയിലിലെത്തി കാണും എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന BJP അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടുതൽ നേതാക്കൾ അവിടേക്ക് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഷോൺ ജോർജും അവിടെ എത്തിയത്.